നന്നായി ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കിൽ ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛന് തീരെ ചെവി കേൾക്കില്ല. ഒരു ഹെൽമെറ്റ് വെച്ചാൽ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം? ഡാടാ അഭ്യാസം ഈ ഭാസ്കർ എസ് ഐയോടോ. ഒരു 100 രൂപ വെച്ച് പോടാ. ഓഹോ, ട്രിപ്പിൾ അടിച്ചിട്ടാ അവന്റെ വരവ്. ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. തീർത്തു. ഓ, ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ടിൻഡു, നീ ഇതിലെടുത്തോ? ചേട്ടാ, ചുമക്കുള്ള ഒരു മരുന്ന് വേണം. ടോണിക്കാണോ? ഏയ്, ടോണിക്കൊന്നും അല്ല, എന്റെ വല്യമ്മച്ചിക്കാ. എടാ കൊച്ചനെ, ചുമക്കുള്ള ടോണിക്ക് മരുന്നാണോ വേണ്ടതെന്ന്? ചേടാ, ടോണിക്ക് മരുന്ന് വേണമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? എനിക്ക് മരുന്ന് വേണമെന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് മരുന്ന് വേണമെന്ന്. അത് ചുമക്കുള്ള മരുന്ന് തന്നെ വേണമെന്നും. ഇനി ടോണിക്ക് മരുന്ന് വേണമെന്ന് ചോദിച്ചാൽ മതി, ഇതാ മരുന്ന്. ഇതാ കാശ്. ആ, പിന്നെ ചേട്ടാ, വിസ്ക് ഉണ്ടാ? വിസ്കോ? ആ, പിന്നെ ഈ ജലദോഷൊക്കെ വന്നാ പുരട്ടുന്ന വിസ്ക്. ഓ, വിക്സ് ഇല്ല മോനെ, ഇവിടെ സ്റ്റോക്ക് തീർന്നു. എന്നാ പിന്നെ അധർമാഞ്ചനുണ്ടോ? ഈ തലവേദനയ്ക്കൊക്കെ പുരട്ടുന്ന അധർമാഞ്ചൻ. അത് ഈ ചെറുക്കന്റെ ഒരു കാര്യം മോനെ, അത് അധർമാഞ്ചനല്ല, അതാണ് അധർമാൻ. അയ്യോ, അതർ ഓ, പോയ രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. എടാ, നിങ്ങളൊരു സംഭവം അറിഞ്ഞോ? ഞാനിന്നലെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലി വന്നു. പുലിയെ കണ്ടത് ഞാൻ ഓടി ഒരു മരത്തിൽ കയറി. അപ്പൊ പുലിയും മരത്തിൽ കയറി. അപ്പൊ ഞാൻ 2ാമത്തെ കൊമ്പിൽ കയറി. അപ്പൊ പുലി. ഞാൻ വേഗം 3ാമത്തെ കൊമ്പിൽ കയറി. അപ്പൊ പുലി. അല്ല അളിയാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവാ, നീയൊക്കെ എന്റെ സൈഡോ അതോ പുലിയുടെ സൈഡോ? പുലി ഇത് തന്നെ ചോദിക്കാനുള്ളൂ. ഒരു കഥ പറഞ്ഞിങ്ങനെ മരം വിട്ടു വരുവായി. ഞാൻ കൈ കാണിച്ചാ നീയൊന്നും വണ്ടി നിർത്തില്ല അല്ലടാ? അയ്യോ സാറേ, സാറിനൂടെ ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാ ഞാൻ നിർത്താഞ്ഞത്. എന്തോ സാറിന് കൂടി കേറാൻ അടിച്ച് നിന്നെ കൊണ്ട് ഞാൻ ലജ്ജാവധി പഠിക്കും. സൈക്കിളിൽ ഒരാളിൽ കൂടുതൽ കേറരുതെന്ന് അറിയില്ലടാ. എന്താടാ കവറില്? ചുമക്കുള്ള മരുന്നാ സാറേ. ടോണിക്കാണോ? ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ടോണിക്കൊന്നുമല്ല, ഇതെന്റെ വല്യമ്മച്ചിക്കാ. പൊയ്ക്കോ. സാറേ, എന്റെ അമ്മച്ചിയുടെ മരുന്ന്. നിന്റെ ഒരു മരുന്ന് വീട്ടിൽ പോടാ. വൈഫിന് ചുമയാണെന്നും മരുന്ന് കൊണ്ടുവരണമെന്നും ഇപ്പൊ മെസ്സേജ് കിട്ടിയതേ ഉള്ളൂ. അത് കിട്ടി. ഇവൻ മരുന്ന് വാങ്ങിയില്ലേ? എടാ, നീ ടോണിക്കൊന്നും വാങ്ങിയില്ലേ? ഓഹോ, അപ്പൊ ടോണിക്ക് മരുന്ന് വാങ്ങാനായിരുന്നോ എന്നെ രാവിലെ തന്നെ എണീപ്പിച്ച് പറഞ്ഞു വിട്ടത്? ആ കടക്കാരൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഈ ചതി പാടില്ലായിരുന്നു അമ്മേ, പാടില്ലായിരുന്നു. ഇവനെ കൊണ്ട് തൂറ്റു. ശനിയാഴ്ച സ്കൂൾ ഉണ്ടായാ മതിയായിരുന്നു. വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. എന്റെ ദൈവമേ, ഇവ വീണ്ടും വന്നോ? ഏറി പൊടിയാത്തേക്ക് ഓടാ അവിടുന്ന്. അമ്മേ, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ എന്നെ ദൈവത്തെ പോലെയാ കാണുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എപ്പോ അവിടെ പോയാലും ദൈവമേ നീ വന്നോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അമ്മ, എനിക്കൊരു 50 രൂപ വേണം. ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടേ എനിക്കൊരു സിനിമയ്ക്ക് പോവാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സിനിമ കാണാനെന്നും പറഞ്ഞ് 50 രൂപ വാങ്ങിയത്? അത് ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സിന് ഒരു ട്രീറ്റ് കൊടുത്തതാ. നിന്റെ റിസൾട്ട് വന്നോ? എത്രയാ മാർക്ക്?